നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോയുടെ ബാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ രാഹുൽകാവ് ക്ഷേത്രത്തിലെ ഉത്സവം ഡിസംബർ 4 തീരും. അപ്പോൾ എല്ലാ വർഷവും പോകുന്നു. ഈ വർഷം എന്തായാലും എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും പോയി. ഞങ്ങൾ വയലിൻ ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഇറങ്ങിയപ്പോൾ അനീഷേട്ടനും സംഘത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഓൺ ദ വേ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളാണ് ആദ്യം ഇവിടെ എത്തിയത്. എങ്ങനെയെങ്കിലും വണ്ടി കുത്തി കയറ്റി കിട്ടിയിട്ട് നമ്മൾ ഇറങ്ങി നടന്നു തുടങ്ങി കേട്ടോ. എന്ത് ലൈറ്റ് ആയിരുന്നു അറിയാവോ, ഭയങ്കര ലൈറ്റാണ്. ഫസ്റ്റ് ഉത്സവം തുടങ്ങുന്നത് ലാലൂക്ക ഉത്സവം ഇതാണ് കേട്ടോ, അമ്പലത്തിൽ ഉത്സവമാണ്. കിളിമാൻ്റെ ആണുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഈ ഉത്സവം ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഉത്സവമാണ് ലാലൂക്ക ക്ഷേത്രത്തിൽ ഉത്സവം. ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഈ വർഷം ഇഷ്ടം പോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് കണ്ട് 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 കണ്ണ് മഞ്ഞളിക്കും എന്നൊക്കെ പറയുന്നത് അത് കണക്കായി. അപ്പോൾ അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ, കുളത്തിലൂടെയാണ് ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാ വർഷവും വരുന്നത്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കുളത്തിൽ അടിക്കുമ്പോൾ അതൊക്കെ നല്ല ഭംഗിയിലേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരുന്നില്ല. അവരിതിലേക്ക് എത്തിയിട്ട് ചേട്ടൻ്റെ ദൈവം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ നമ്മുടെ കുരുക്കി സർപ്പത്തിൻ്റെ സ്ഥിരം കടയിൽ സ്പോട്ടിൽ എത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി കഴിച്ച് കഴിച്ച് നിന്നപ്പോഴത്തേക്കും അവർ വരുള്ളൂ. അതുകൊണ്ട് ഞങ്ങളത് വാങ്ങി കഴിച്ചിട്ട് ആ ഫോട്ടോയും ഇതൊക്കെ എടുക്കാനായിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ധ്യാനൂസിൻ്റെ ഇഷ്ടപ്പെട്ട കോളിഫ്ലവർ ഒക്കെ വാങ്ങി കൊടുത്താൽ കൊണ്ടുപോവാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കോളിഫ്ലവർ കഴിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വെള്ളമൊക്കെ ഇടിപ്പിട്ടിരിക്കുകയാണ് എൻ്റെ ഏട്ടാ. അങ്ങനെ അവരിതിലേക്ക് എത്തിയിട്ടില്ല. ചേട്ടനും വേഗം വരുന്നുണ്ട്, അനീഷേട്ടനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോസ് എടുക്കാനായിട്ട്. ഇഷ്ടംപോലെ ആൾക്കാർ തിരക്കുണ്ട്, കാരണം അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനായിട്ട്. ഞങ്ങളും അത് എടുത്തു കേട്ടോ. കാരണം നല്ല രസമല്ലേ കാണാനായിട്ട്. അവിടെയാണ് ഒരു വെറൈറ്റി ലൈറ്റുകളുടെ ഒരു മാമാങ്കം എന്ന് തന്നെ പറയാൻ കേട്ടോ. ഈ ഒരു അമ്പലത്തിൽ ഉത്സവത്തിനാണ് ലൈറ്റ്. ഞാനപ്പോൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസ് എടുത്ത് അഭിനയിച്ചേട്ടാ. ഇത് ഞാൻ അഭിനയിച്ചത് ഞാൻ കുപ്പി വെള്ളോട് തിരിച്ചു കയറി വരണം. അപ്പോൾ എൻ്റെ ചേട്ടൻ ഈ വീഡിയോ എടുത്ത് ഞാൻ പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല തിരക്ക്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ചെരുപ്പും കാര്യങ്ങളും സ്റ്റാളുകളും അങ്ങനെ ഇഷ്ടംപോലെ കുട്ടികളുടെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ ശാർക്കരയൊക്കെ ഉത്സവത്തിന് മുന്നേ തുടങ്ങുന്ന ഒരു ഉത്സവമാണ്. ഇതാണ് ഫസ്റ്റ് ഉത്സവം. അപ്പോൾ നമ്മുടെ ഇത് പെട്രോൾ ഒഴിച്ചുള്ള കൊച്ചുങ്ങളുടെ ബൈക്ക് സെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മളപ്പോഴത്തേക്കും അവരെത്തിയ സമയം കൊണ്ട് നമ്മൾ അതിൻ്റെ ടൊമാറ്റോയുടെ പൊട്ടറ്റോയുടെ ഈ ഒരു ഐറ്റം വാങ്ങിച്ചിട്ട് നല്ല രസമാണ് കേട്ടോ. അത് ഞങ്ങൾ വാങ്ങിച്ചു. ഇവിടെ കിട്ടുന്ന നല്ല ടേസ്റ്റ് ഇത്ര പഴയ പോലെ കിട്ടത്തില്ല, എന്നാലും ഞങ്ങൾ വാങ്ങി കഴിച്ചിട്ട്. അപ്പോൾ ഇവന്മാർ ഈ കുരുക്കി സർബത്ത് കുറുക്കുന്ന ഒരു സ്റ്റൈൽ എടുക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ എടുത്തു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ രഥം തേര് തളിച്ച് പോകുന്ന ഒരു സംഭവം നല്ല രീതിയിൽ ചെയ്തിട്ട്. അപ്പോൾ അത് നോക്കുന്നത് അവിടെ കുട്ടികളുടെ റെയ്ഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം പോലത്തെ സംഭവത്തിൽ കയറി ഒരുപാട് കയറി എനിക്ക് മതിയായി, ആലോചിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റേജ് ഷോയൊന്നും ഗാനമേളയല്ല, നാടൻ പാട്ടും പിന്നെ അതിൻ്റെ കൂടെ തന്നെ തെയ്യം അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ അമ്പലത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ നിൽക്കുന്ന സമയം കൊണ്ട് നമ്മൾ അവിടെ നിന്നൊരു ഐസ്ക്രീം വാങ്ങി കുടിച്ചേട്ടോ. അപ്പോൾ ധ്യാനൂസിന് ചുമയായതുകൊണ്ട് നമ്മൾ പതുക്കെ നൈസിന് ഒഴിവാക്കി ഒരു റെയ്ഡിലൊക്കെ ആയിട്ടാണ് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പോയിട്ടുണ്ട് കോണെന്നൊക്കെ ഞങ്ങൾ പറയും. വീഡിയോ എടുക്കുന്നത് എൻ്റെ ഐസ്ക്രീം നക്കാൻ വന്നു ഗൈസ് അവൻ, അതാണ് ഞാൻ പെട്ടെന്ന് മാറ്റി. അപ്പോൾ അവിടെ സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങി കേട്ടോ. ഗാനമേള ഉണ്ടെങ്കിൽ നല്ല തിരക്ക്, അത്രയും തിരക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റേജിന് പുറത്തൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു അവർ. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ അമ്പലത്തിൽ ഈ പരിപാടി ഉണ്ടായിരുന്നുണ്ട്, സൂപ്പറായിരുന്നു, കണ്ടുകൊണ്ട് നിൽക്കാൻ കൊള്ളാം. പിന്നെ ധ്യാനൊന്നും കുറേ നിൽക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം കണ്ടിട്ട് നമ്മൾ പിന്നെ അവൻ റെഡി കയറ്റാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ധ്യാനൂസിന് ഐസ്ക്രീം വാങ്ങി കൊടുക്കാണ്ട് നമ്മൾ റേഡിൽ ഏതെങ്കിലും ഒന്ന് കയറ്റാന്നൊക്കെ പറഞ്ഞു. അവൻ ഇതിനകത്ത് എല്ലാം പേടിയാണ്, ഏതാ ഒന്നും മാത്രമേ പേടിയില്ലാതെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലങ്ങ് കയറ്റാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചുമ്മാ നടന്നു പോകുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ധ്യാനൂസിൻ്റെ ഒരു റൈഡിൽ കയറ്റാൻ വേണ്ടി പോവുകയാണ്. ഇഷ്ടംപോലെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഒരു 50 രൂപയിൽ കുറഞ്ഞൊരു കളിയില്ല കേട്ടോ. എന്ത് ഐറ്റമായാലും 50 രൂപ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും സോഡ നാരങ്ങൾ കുടിക്കാൻ തോന്നി. അപ്പോൾ അത് മാത്രം ഒരു 30 രൂപയ്ക്ക് കിട്ടി, 40 രൂപയ്ക്ക് കിട്ടി കേട്ടോ. അപ്പോൾ അത് കുടിച്ചോണ്ട് നിന്നപ്പോൾ അവിടെ നിന്ന് ആരാ നടന്നു വരുന്നത്, മൊട്ടത്തല കണ്ടില്ലേ നമ്മുടെ അനീഷേട്ടന് ഓൺ ദ ഫ്ലോർ. അപ്പോൾ അവർ വന്നു കേട്ടോ. അവർ ഉത്സവത്തിൽ കേട്ടോ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഉള്ളൊരു ഹരമാണ് കേട്ടോ. ഞങ്ങളുടെ ഫാമിലി ഫുൾ ഒരു ഇതാണ് ഒരു വൈബാണ് ഈ ഉത്സവം എന്ന് കേട്ടോ. അപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ധ്യാനൂസ് ഈ സംഭവത്തിലാണ് അവന് പേടിയില്ലാത്ത. അപ്പോൾ അതിനകത്ത് കയറി ഒരു കൊച്ചുമായിട്ട് കമ്പനി അടിച്ചും കയറി ഇരുന്ന് തുടങ്ങി. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പോയി കേട്ടോ. ഞാനങ്ങ് പോയില്ല, അതുകൊണ്ട് ഞാനായിരുന്നു പോകുന്നത്. അപ്പോൾ ഇവർ രണ്ടുകൂടെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ കണ്ടുമുട്ടിയ സ്നേഹപ്രകടനം അളിയനൊളിയിൽ നടത്തുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ 2 ഫോട്ടോ ഒക്കെ എടുത്ത് ഗ്രൂപ്പിലൊക്കെ ഇട്ട് ചേച്ചിയാണെന്നൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും ഫോട്ടോസും ഇതൊക്കെ എടുക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇവർ അപ്പുറത്ത് വെച്ചിട്ട് വന്നുകൊണ്ട് ഇത് കണ്ടില്ലായിരുന്നു. അപ്പം ഇവർ ഇതൊഴി കൊണ്ടുവന്നു, അവർക്കും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു. ഞങ്ങളും എടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും. നല്ല രസമുണ്ട്, പറഞ്ഞറിയിക്കാൻ ഇങ്ങനെ ഒരു ഉത്സവത്തിന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഡെക്കറേഷനോടൊക്കെ ചെയ്യും.
ഇങ്ങനെ ഇത്രയും ഡെക്കറേഷൻ ഒരു അമ്പലത്തിൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ് സത്യം. കാരണം ഞാൻ കുറേ ഉത്സവങ്ങളൊക്കെ കണ്ടു വളർന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഉത്സവം ഒരു വെറൈറ്റിയാണ്. ഫസ്റ്റ് ഉത്സവം കാർത്തിക് തുടങ്ങുകയാണ് ഇവിടുത്തെ ഉത്സവം. പക്ഷേ കാർത്തിക് തീരും. ഫസ്റ്റ് ഉത്സവം തുടങ്ങുന്ന അമ്പലം ഇതാണ് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് ഞാൻ കണ്ടില്ലേ പോസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും എൻ്റെ മുന്നിൽ ക്യാമറ കണ്ണുകളുമായി വന്നിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ കറണ്ടടി ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരും എടുത്തു തരാണ് കേട്ടോ. നീ അഭിനയിക്കൂ നീ അഭിനയിക്കൂ നിനക്ക് നല്ല കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പൊളുക്കി തകർക്കാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ട് കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് രണ്ടത് ഫോട്ടോസൊക്കെ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ എന്നെ ടച്ച് ചെയ്യാൻ വരുന്നത് കണ്ടോളൂ. കണ്ട് സുന്ദരിയായ ആര്യ, അവർ ഹെവൻ ബൈ ആര്യ എന്നുള്ള യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചേട്ടനും എല്ലാവരും എൻ്റെ ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ അവർ ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ലൈറ്റ് ഉണ്ടോ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഒരു വ്യൂ കണ്ടില്ലേ, സൂപ്പർ അല്ലേ, നല്ല രസമല്ലേ. ഇത് നിങ്ങളെല്ലാവരും പോയി കാണാൻ നോക്കണം കേട്ടോ. എവിടെയാണ് നമ്മൾ പോയാ ലാലൂക്കാവിൽ പോയിട്ട് തിരിച്ചെല്ലാം കൂടെ വീട്ടിൽ, ലാലൂർക്കാവ് പോയിട്ട് തിരിച്ചെല്ലാം കൂടെ വീട്ടിൽ വന്ന് ഇത് നമ്മൾ സുന്ദര തട്ടുകടയിലോട്ട് പോകുകയാണ് ഗായ്സ്. സുന്ദര തട്ടുകട. അപ്പം മുട്ടത്തല അനീഷ് ഉണ്ട്, മുട്ടത്തല അനീഷ് രാത്രി ഉണ്ട്. എത്ര മണിയായിടെ? 11:09 തലയ്ക്ക് സുഖമില്ല. കുറച്ച് ആൾക്കാർ നമ്മുടെ കുടുംബത്തിലുള്ളത് കൊണ്ട് തന്നെ വിശക്കുന്നു എന്നും പറഞ്ഞൊരു പോകുന്ന പോക്കാണ്. ഇതാണ് ലാംസ്, ബ്രൈറ്റ് ലാംസ്. ഇവിടെ പട്ടന്മാരോടെ പോയി എനിക്ക് ഉറക്കം വേണം ഗൈസ്. ഫോട്ടോയൊക്കെ ഇട്ട് വീഡിയോ എടുത്തുള്ളൂ. മണി ഇത്ര 11 മണിയാണ് കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ നേരെ എവിടെ പോകണം? നമ്മുടെ സുന്ദര തട്ടുകടയിലോട്ട് പോകുന്നത്. സുന്ദര തട്ടുകടയിൽ ചെന്നപ്പോൾ എന്താണ്, നമ്മുടെ സുന്ദര തട്ടുകടയിൽ സാധനങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവർക്കുള്ള തൊട്ടപ്പുറത്ത് ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് അവിടെ പോയപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട്. എന്നാലും സമ്മതിക്കണം കേട്ടോ. 11:30 12 മണി വരെ അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമ്മൾ പുട്ടും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് 12 മണി 12 മണി ആയി കഴിക്കാതിരിക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ പുട്ട് വന്നാൽ ചൂട് പുട്ടും കട്ടനൊക്കെ കൂട്ടി ഞങ്ങൾ അടിച്ചു കേട്ടോ. അന്നേക്ക് പിന്നെ എന്താ നമ്മുടെ എന്താ എൻ്റെ പേര്, ഇത് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി, പിന്നെ നമ്മുടെ കക്കത്തോരനോ കക്ക ഫ്രൈ അങ്ങനത്തെ ഐറ്റം അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞു കോഴി ഉണ്ടല്ലോ, കാടക്കോഴി ഫ്രൈ കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതും കൊള്ളായിരുന്നു കേട്ടോ. വെറൈറ്റി ഐറ്റം തന്നെ കേട്ടോ. പിന്നെ അച്ചു അതിനെ എടുത്ത് കഴുത്ത് തൂക്കി എടുക്കണി ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ കഴുത്ത് തൂക്കി എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞിനെ കുളിപ്പിച്ച് ചേർത്തി കണക്കില്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ നല്ല ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അവരങ്ങോട്ടും പോയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മണി എത്രയായിരുന്നു ഞാൻ കാണിക്കുക. മണി 12:30 മണിയായി. നാളെ രാവിലെ കല്യാണം ഉണ്ട്, നൂലുകെട്ടുണ്ട്, എന്താവും എന്ന് വെച്ചാൽ അറിയത്തില്ല.